ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാ ക്രിയേറ്റേഴ്സിനും ഏറെ ഗുണം ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഇന്നത്തേത്. നമ്മൾ എല്ലാവരും പറയാറുണ്ട്, നമ്മുടെ വീഡിയോയിലേക്ക് കൂടുതൽ വ്യൂസ് എല്ലാം വരണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ട്രെൻഡിങ് ടോപ്പിക്സിനെ കുറിച്ചുള്ള വീഡിയോസ് ചെയ്യുക എന്നതാണ്. എന്നാൽ എങ്ങനെയാണ് നമുക്ക് ട്രെൻഡിങ് ടോപ്പിക്സ് എന്താണ് എന്നെല്ലാം മനസ്സിലാക്കാൻ സാധിക്കുക? എവിടെ നിന്നാണ് നമുക്ക് ഇതിൻ്റെ ഇൻഫർമേഷൻ എല്ലാം ലഭിക്കുക? ഇതിനെക്കുറിച്ചെല്ലാമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കാതിരിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതിനായി ഞാൻ ഇവിടെ ഡെസ്ക്ടോപ്പ് സൈറ്റാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾ മൊബൈൽ ഫോണിലെല്ലാമാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്ത് ഡെസ്ക്ടോപ്പ് സൈറ്റ് എന്നതിൽ പോയി ഇത് യൂസ് ചെയ്യാൻ സാധിക്കും. ഇതിനായി ആദ്യം തന്നെ നമ്മൾ ഗൂഗിൾ ഓപ്പൺ ചെയ്യുക. ഇപ്രകാരം ഞാൻ ഇവിടെ ഗൂഗിൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഗൂഗിൾ ട്രെൻഡ്സ് യൂട്യൂബ് എന്ന് സെർച്ച് ചെയ്യുകയാണ്. ഇപ്രകാരം സെർച്ച് ചെയ്യുമ്പോൾ നമുക്കിവിടെ ഗൂഗിൾ ട്രെൻഡ്സ് എന്ന ഒരു ലിങ്ക് ലഭിക്കും. അപ്പോൾ നമുക്ക് ഇതിൽ ക്ലിക്ക് ചെയ്യാം. ഇപ്രകാരം ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും എക്സ്പ്ലോർ വാട്ട് ഇന്ത്യ ഈസ് സെർച്ചിങ് ഫോർ റൈറ്റ് നൗ. അപ്പോൾ ഇന്ത്യയിൽ എന്താണ് കൂടുതൽ സെർച്ച് ചെയ്യുന്നത് എന്ന് നമുക്കറിയാനുള്ള ഒരു ഓപ്ഷനാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഈ സൈറ്റ് യൂസ് ചെയ്യേണ്ടത് എന്ന് നോക്കാം. ഇതിനായി നമ്മൾ ഇപ്പോൾ ഇവിടെ ട്രെൻഡിങ് നൗ എന്ന ഒരു ടാബ് വന്നിട്ടുണ്ട്. ഇവിടെ ഈ ട്രെൻഡിങ് നൗ എന്നതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ എന്താണ് ഇവിടെ ട്രെൻഡിങ് ആയിരിക്കുന്ന ടോപ്പിക് ഇതെല്ലാം നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇങ്ങനെ താഴേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് കാണാം ഇപ്പോൾ ട്രെൻഡിങ് ആയ ടോപ്പിക്കുകളാണ് ഇവിടെ വന്നിരിക്കുന്നത്. 1 2 3 4 5 6 ഇങ്ങനെ ട്രെൻഡിങ് ടോപ്പിക്സുകളുടെ ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ഫസ്റ്റിൽ വന്നിരിക്കുന്ന MLC ഇത് ഏകദേശം 100K സെർച്ചസ് എല്ലാമാണ് ഇതിന് ലഭിച്ചിരിക്കുന്നത്. അതുപോലെ ഇവിടെ താഴത്ത് വന്നിരിക്കുന്നത് ഇതിനും 100K സെർച്ച് വന്നിട്ടുണ്ട്. അതുപോലെ നാഷണൽ ഗേൾ ഫ്രണ്ട് ഇത് 20K സെർച്ചസ് വന്നിട്ടുണ്ട്. ഇപ്രകാരം നമുക്കിവിടെ ട്രെൻഡിങ് ടോപ്പിക്സിനെ കുറിച്ചെല്ലാം നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കും. ഇനി നിങ്ങൾക്ക് ഇവിടെ റിയൽ ടൈം സെർച്ച് എന്ന ടാബ് യൂസ് ചെയ്യുകയാണെങ്കിൽ എന്താണ് ഇപ്പോൾ സെർച്ച് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ പാസ്റ്റ് 24 hours എന്ന് വന്നിട്ടുണ്ട്. അതായത് കഴിഞ്ഞ 24 മണിക്കൂറിൽ എന്തെല്ലാമാണ് കൂടുതലായി സെർച്ച് ചെയ്തിരിക്കുന്നത് എന്നാണ് ഇവിടെ കാണിക്കുന്നത്. ഇനി നമുക്ക് മറ്റേതെങ്കിലും രാജ്യത്തുള്ള കാര്യങ്ങളെല്ലാമാണ് അറിയേണ്ടതെങ്കിൽ ഇപ്പോൾ ഇവിടെ ഡിഫോൾട്ടായി ഇന്ത്യ എന്നാണ് വന്നിരിക്കുന്നത്. നമുക്ക് ഓസ്ട്രേലിയ അല്ലെങ്കിൽ നമുക്ക് കാനഡ മറ്റു രാജ്യത്തെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ അവിടെ എന്താണ് കൂടുതലായി ട്രെൻഡിങ് ആയി സെർച്ച് ചെയ്യുന്നത് ഇതിനെക്കുറിച്ചാണ് അറിയേണ്ടതെങ്കിൽ ആ രാജ്യം സെലക്ട് ചെയ്യുക. ഞാനിവിടെ കാനഡ എന്ന് സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാനഡയിലെ റിയൽ ടൈം സെർച്ചാണ് ഇപ്പോൾ നമുക്കിവിടെ കാണുന്നത്. അതായത് പാസ്റ്റ് 24 hours സെർച്ച് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ. എന്നാൽ നമുക്കിവിടെ ഡെയിലി സെർച്ച് ട്രെൻഡ്സ് എന്നതിൽ പോയി കാനഡ എന്ന് സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്കിവിടെ കാണാം ഇപ്രകാരം ഇതെല്ലാമാണ് കൂടുതലായി സെർച്ച് ചെയ്തിരിക്കുന്നത്. ഡാർക്ക് വിൻഡ്സ്, വൈറ്റ് ക്യാപ്സ് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ സെർച്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ എത്ര സെർച്ചാണ് ഇവിടെ വന്നിരിക്കുന്നത് ആ നമ്പേഴ്സ് എല്ലാം നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇനി നമുക്ക് സ്പെസിഫിക് ആയ കുറച്ച് ടോപ്പിക്സുകളെ കുറിച്ചെല്ലാം അറിയണമെങ്കിൽ അതിനായി നമുക്കിവിടെ വന്നിരിക്കുന്ന ഓപ്ഷനാണ് എക്സ്പ്ലോർ എന്നത്. ഇവിടെ എക്സ്പ്ലോർ എന്നതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിലവിൽ ഇവിടെ കാനഡ എന്നാണ് കാണിക്കുന്നത്. നമ്മൾ ഇത് ഇന്ത്യ എന്ന് സെലക്ട് ചെയ്യുകയാണ്. അതിനുശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും ടോപ്പിക് എല്ലാം സെർച്ച് ചെയ്യണമെങ്കിൽ ഇപ്പോൾ ഞാൻ ഇവിടെ ലേറ്റസ്റ്റ് മൂവീസ് എന്ന് കൊടുക്കുകയാണ്. അതിനുശേഷം സെർച്ച് എന്ന് കൊടുക്കുമ്പോൾ നമുക്കിവിടെ ലാസ്റ്റ് 12 monthsന്റെ സെർച്ചാണ് ഇവിടെ വരുന്നത്. അപ്പോൾ എന്തെല്ലാമാണ് ഇത് റിലേറ്റ് ചെയ്തിരിക്കുന്ന ടോപ്പിക്സ് എല്ലാം നമുക്കിവിടെ കാണാൻ സാധിക്കും. മൂവീസ് മാനിയ സോഫ്റ്റ്വെയർ ഇതുപോലെ കുറെ ടോപ്പിക്സ് എല്ലാം നമുക്കിവിടെ കാണുന്നുണ്ട്. ലേറ്റസ്റ്റ് തെലുങ്കു മൂവീസ്, ലേറ്റസ്റ്റ് റിലീസ്ഡ് മൂവീസ്, ലേറ്റസ്റ്റ് ഹൊറർ മൂവീസ്. അപ്പോൾ നമുക്ക് ഇതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ കൂടുതൽ ഇൻഫർമേഷൻ എല്ലാം നമുക്ക് കാണാൻ സാധിക്കും. ഇനി നമുക്ക് വേണമെങ്കിൽ ഇപ്രകാരം ഇത് പാസ്റ്റ് 12 months എന്നതിൽ നിന്നും പാസ്റ്റ് 4 hours അല്ലെങ്കിൽ പാസ്റ്റ് 7 days അപ്പോൾ അവസാന 7 ദിവസത്തിൽ എന്താണ് സെർച്ചിൽ വന്നിരിക്കുന്നത് ഇതിനെക്കുറിച്ചെല്ലാം നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇപ്പോൾ ഒന്നാമതായി വന്നിരിക്കുന്നതാണ് ദി ഹിഡൻ സ്ട്രൈക്ക് മൂവി. അതുപോലെ ഇങ്ങനെ താഴേക്ക് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ എല്ലാം ലഭിക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ടോപ്പിക്കിനെ കുറിച്ചാണോ കൂടുതൽ സെർച്ച് എല്ലാം വന്നിരിക്കുന്നോ എന്നറിയേണ്ടത് അപ്പോൾ അതിനനുസരിച്ചുള്ള ഇൻഫർമേഷൻ എല്ലാം ലഭിക്കുന്നതിന് ഇപ്രകാരം എക്സ്പ്ലോർ എന്നത് യൂസ് ചെയ്യാം. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്